ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. എന്നുവെച്ചാൽ അവിടെ ഞാൻ വേറെ തരത്തിൽ റീഡിങ്സ് ആണ് ചെയ്യാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ മാതിരി ഒരു മെസ്സേജസ് കിട്ടും, ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മാർച്ച് മന്ത്ലി റീഡിംഗ് മെസ്സേജസിൽ പോവാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് 2 ഓഫ് സോഡ്സ് ആണ് ഓവറോൾ എനർജി. പാസ്റ്റിൽ നിങ്ങൾക്ക് ഉള്ള എനർജി ഏസ് സോഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് മാർച്ച് എനർജി, മാർച്ചിലുള്ള എനർജി നിങ്ങളുടെ ഫൂളാണ്. ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി നിങ്ങളുടെ ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് നിങ്ങൾക്ക് 9 ഓഫ് കപ്സ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് ടവർ ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. എൻഡ് വരെ ഈ വീഡിയോനെ കാണാപ്പോഴാണ് നമ്മൾക്ക് ഈ ഔട്ട്കം കാണാൻ പറ്റുള്ളൂ, എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് 2 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 2 ഓഫ് സോഡ്സ് ഒരു ഇൻഡെസിഷൻ്റെ എനർജിയാണ്. ഒരു ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട്, പക്ഷെ എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടേന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് ഞാൻ കാണുന്നത് മനസ്സിൽ. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം, ഇല്ലച്ചാ വേറെ ഒരു ഡിറക്ഷൻ എടുക്കണം, എന്താ വേണ്ടേ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അൺഷുവറായി എനർജിയാണ് 2 ഓഫ് സോഡ്സ്. അപ്പോൾ മാർച്ച് മാസത്തിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ ഡിസിഷൻ നിങ്ങൾ മാർച്ചിലല്ല എടുക്കുന്നുണ്ടാവുക. എന്നുവെച്ചാൽ മാർച്ചിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിലാണ്. ഇതൊരു വലിയ ഡിസിഷനാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സമയം എടുക്കണേ ഡിസിഷൻ എടുക്കാൻ. എവിടെയോ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ ഡിസിഷൻ എടുക്കാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു വലിയ ഡിസിഷനാണ്. അപ്പോൾ നിങ്ങളിത് ഇഗ്നോറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ നോക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടാണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ. പക്ഷെ ആ സൊല്യൂഷൻ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാണ്. ഓറൽസ് നിങ്ങൾക്ക് മുമ്പേ ആരോ ഒരു സൊല്യൂഷൻ തന്നിരിക്കണു, പക്ഷെ അത് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം വെച്ചാൽ നിങ്ങളുടെ മുമ്പത്തെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഇല്ലച്ചാൽ മുമ്പത്തെ ഏതോ ഒരു കാര്യം ഈ സൊല്യൂഷൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. പക്ഷെ എവിടെയോ നിങ്ങളത് മിസ് ഔട്ട് ചെയ്തു, ഇല്ലച്ചാൽ ശ്രദ്ധിച്ചില്ല. ആരോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കണു, പക്ഷെ നിങ്ങൾ ആ ഹെൽപ്പ് റിജക്റ്റ് ചെയ്തു, അതല്ലച്ച നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ റീഡിങ്ങിൽ ബാക്കിയുള്ള മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ പാസ്റ്റിൽ ഏസ് ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയ ഐഡിയ. ഓക്കെ, ഇല്ലച്ച ഒരു കമ്മ്യൂണിക്കേഷൻ. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഗുഡ് ലക്ക് ആയിരുന്നു. എന്തോ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടായി നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇത് കുറേ ഒരു ഗുഡ് ലക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ലക്ക് ചേഞ്ച് ആണ് ആവണത്. ആൻഡ് നല്ല സമയം തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ.
അപ്പോൾ ഈ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കണം, മുമ്പോട്ട് പോകണു, നിങ്ങൾ ഒരു റിസ്ക് എടുക്കണു. അപ്പോൾ ഇത് ഒരു ജോലിയിൽ പുതിയ ജോലി ആയിരിക്കാം, ഇല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഔട്ട്കം എന്താ ഉണ്ടാവുക എന്ന് അറിയാണ്ടാണ് നിങ്ങൾ ആ റിസ്ക് എടുക്കണത്. അതുകൊണ്ടാണ് ഇതൊരു റിസ്ക് എന്ന് ഞാൻ പറയണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫെയ്ത്ത്, നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ആ ഫെയ്ത്ത് ഉണ്ട് അതെല്ലാം ശരിയാവുമെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ഫെയ്ത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകണു. ഫുൾ ഏരീസ് എനർജി തന്നെയാണ്. 2 of Wands. അപ്പൊ നിങ്ങൾ ഇവിടെ കുറെ റീസേർച്ച് ഒക്കെ ചെയ്തിരിക്കണു, എന്താ വേണ്ടേ, കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ റിസ്ക് എടുക്കുന്നത്. ഓക്കെ, ഫൈനലി നിങ്ങൾ ഡിസൈഡ് ചെയ്യണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു റിസ്ക് എടുക്കാണ്ട് പറ്റില്ല. റിസ്ക് എടുക്കാണ്ട് നിന്ന അത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്താ ആവുകയെന്ന്. പക്ഷെ ആ റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതിന്റെ ഔട്ട്കം എന്താ ഉണ്ടാവാന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ഏസ് ഓഫ് കപ്സ് ആണ്. ഇതൊരു ലവിന്റെ പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ലവ് റീഡിംഗ് ആണ്, പക്ഷെ കരിയറുടെ റീഡിംഗ് ആണ് വെച്ചാലും ഇതൊരു പുതിയ ഓഫർ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഫർ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി അങ്ങനത്തെ ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു ലവ് ഓഫർ ആയിരിക്കാം. അപ്പൊ ഈ ഏസ് ഓഫ് കപ്സ് ഇവിടെ ടെമ്പറൻസ്, ഇത് കുറെ ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഫൈനലി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ എനർജി എല്ലാം ബാലൻസ് ആയിട്ട് പോണു. നിങ്ങൾ എത്രയും ഫ്ലോയിൽ പോണു അത്രയും ഈസി ആയിട്ടാണ് നിങ്ങൾ ഈ അബണ്ടൻസിനെ അട്രാക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ സ്റ്റേജിൽ എത്തണേ. നിങ്ങൾ ഇവിടെ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റാഗ്നേഷനിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 2 of Swords ഉള്ളത്. ആ റിസ്ക് എടുക്കണോ വേണ്ടെന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഈ മാസം. 9 of Cups ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലാണ് ആൻഡ് നിങ്ങൾ ഹാപ്പിയാണ് ഈ സമയത്തും. അങ്ങനെ ഒരു ഒന്നും ഇല്ലാണ്ട് പറഞ്ഞ ഒരു ഡിസപ്പോയിൻമെന്റ് ഒന്നുമില്ല നിങ്ങൾക്ക്, എല്ലാത്തിലും ഹാപ്പിയാണ്. പക്ഷെ ഈ പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ആ എഫേർട്ട് എടുക്കാൻ ഒരു മടി. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാനൊരു ഹാപ്പി സ്ഥലത്താണ്, എന്തിനാ ഞാൻ എഫേർട്ട് ഇടണ്ടേ. പക്ഷെ ആ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉണ്ടാ എഫേർട്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ആ എഫേർട്ട് ഇടണോ വേണ്ടേ, ആ കംഫർട്ട് സോണിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സായി പോകും. അതാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്കേജ്. കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ അതിൻ്റെ നല്ല റിസൾട്ട്സ് കിട്ടും. എഗൈൻ ഇത് നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, മാരേജിലായിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം. പക്ഷെ എഫേർട്ട് ഇട്ടാലേ അതിനുമാതിരി റിവാർഡ്സ് കിട്ടുള്ളൂ. പേജ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു റിസ്ക് എടുക്കാനാണ് പറയണത്. പേജ് ഓഫ് വാൻസ് ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഇവിടെ എന്തോ പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളോട് ട്രൈ ചെയ്യാനാണ് പറയണത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനും അത് തന്നെയാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലറിയാം ഇത് ചെയ്താൽ എല്ലാം വർക്ക്ഔട്ട് ചെയ്യും എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു ഇൻഡെസിഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഫോളോ ചെയ്താൽ എല്ലാം ശരിയാവും. ടവർ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ബിഗ് ചേഞ്ച് ആണ്, വലിയ ചേഞ്ച് ആണ്, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ്. എന്തോ ഒരു പഴയ കാര്യം എൻഡ് ആവണോ നിങ്ങളുടെ ലൈഫിൽ, ഒരു പഴയ സ്റ്റോറി എൻഡ് ആവണു. മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കായിരിക്കും പൂണ്ടാവുക. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു മാരേജ് പ്രപ്പോസലിന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ റിലേഷൻഷിപ്പാണ് വരണത് നിങ്ങളുടെ ലൈഫിൽ, അത് മാരേജിലേക്ക് പോവാം. അതുമല്ല വെച്ചാൽ ഇവിടെ ഒരു പുതിയ ജോബ് ആയിരിക്കാം ആൻഡ് അത് നിങ്ങൾക്ക് കുറെ അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ വീട് ഞാൻ കാണുന്നുണ്ട്, കുറെ ബാലൻസ് കാണുന്നുണ്ട്. ഇത് കാർമിക് ജസ്റ്റിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു കോയിൻസിഡൻസ് അല്ല നിങ്ങളുടെ ലൈഫിൽ പറയണത്. ഇത് ഡിവൈൻ ടൈമിംഗ് ആണ്. നിങ്ങൾ ഇട്ട എഫേർട്സിൻ്റെ ഒക്കെ
എന്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ റിവാർഡ്സ് കിട്ടണു. മാർച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു പോസിറ്റീവ് മന്ത് ആണ് ഏരീസ്. ഓക്കെ, ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of swords. അപ്പോൾ ഔട്ട്കമ്മിൽ 5 of swords ഉണ്ടാവുമ്പോൾ ഇത് ഒരു നെഗറ്റീവ് എനർജിയാണ്. ഓക്കെ, മറ്റേ ഒരു കാർഡും ഇവിടെ നെഗറ്റീവ് അല്ല, പക്ഷേ 5 of swords നെഗറ്റീവ് ആവുമ്പോൾ അതും നിങ്ങളുടെ ഔട്ട്കം ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ ഈ എല്ലാത്തിലും ഈ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കലീഗ്സ് ആയിരിക്കാം, കുറച്ചൊരു ജെലസ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഞാൻ കാണുന്നുണ്ട്. ചിലവർ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ സാബോട്ടാജ് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു ബ്രേക്കപ്പ് ഇല്ലച്ചാൽ ഒരു എൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ എല്ലാവർക്കും നിങ്ങളുടെ സക്സസ് ചിലപ്പോൾ ഇഷ്ടാവില്ല. ചിലവരുണ്ട് അങ്ങനത്തെ ആൾക്കാർ, കുറേ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യണം എന്ന്, എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യണം എന്നില്ല. ചില കാര്യങ്ങൾ ഒരു സീക്രട്ടായി വെച്ചാലും കുഴപ്പമില്ല. അത് ആവുമ്പോൾ എല്ലാം ശരിയാവുമ്പോൾ അപ്പോൾ പറഞ്ഞാൽ മതി. എല്ലാം എന്തെങ്കിലും ആവണ മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസിൽ വരാൻ വഴിയുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഗോ സ്ലോയുടെ എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എല്ലാത്തിലും സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ട് പോവാ. പക്ഷെ മുമ്പോട്ട് പോകണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഗ്നൻ്റ് ആയിരിക്കാൻ പറ്റില്ല. ആരാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ്, ആരാണ് റിയൽ ട്രൂ വെൽവിഷേഴ്സ്, അങ്ങനത്തെ ആൾക്കാരെ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ ഇവിടെ എല്ലാവരും നിങ്ങളുടെ വെൽവിഷേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇവിടെ. സർപ്രൈസിംഗ്ലി ഇത് നിങ്ങളുടെ ചാലഞ്ചിൽ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് അത്ര വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും എല്ലാം പറയണ്ട, പക്ഷെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ മതി. പക്ഷെ സൂക്ഷിക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്ന് വന്നിട്ടുണ്ട്. ഫുൾ മൂൺ ഇൻ സ്കോർപിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചില നെഗറ്റീവ് ആൾക്കാരുണ്ടാവും, എല്ലാവരുടെയും ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അതാണ് ബെസ്റ്റ് വേ ഔട്ട്. അപ്പോൾ ഏരീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.